ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നല്ലൊരു ദിവസമാണ്. നല്ല വെയിലും നല്ല വെട്ടമൊക്കെ ഉള്ള നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഞാനിന്ന് രാവിലെ എണീറ്റ് വരാൻ കുറച്ച് ലേറ്റായി. ഹസ്ബൻഡും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ രാവിലെ വാക്കിങ്ങിന് പോയേക്കുവാണ്. അപ്പോൾ അവർ തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേനും എനിക്കൊന്ന് പുറത്ത് പോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവർ വരുമ്പോഴേക്ക് റെഡി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. എനിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അച്ചാച്ചൻ എനിക്ക് എപ്പോഴും ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിച്ചു തരാറുണ്ട്. ഞാനത് കൂടുതലും വിൻഡോ സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാറ്. എപ്പോഴും കാണാൻ പാകത്തിന് വെക്കും. എന്തോ ഇത് എല്ലാ ദിവസവും കാണുമ്പോൾ അന്നത്തെ ദിവസം നല്ല ഫ്രഷ് ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ഒരു എനർജിയൊക്കെ കിട്ടുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഫ്ലവേഴ്സ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. എനിക്ക് പൂക്കളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം റോസസ് ആണ്. റെഡ് റോസസ് നോക്കി എന്ത് രസമാണ് കാണാൻ. ഇതിപ്പോൾ മിക്സഡ് ഫ്ലവേഴ്സാണ്. ഇതിലൊരു റോസ് മാത്രമേ ഉള്ളൂ. എനിവേസ് ഞാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പുറത്ത് പോയിട്ട് വരാം. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് മാർബിൾ ഹിൽ ബീച്ചിലേക്കാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തെന്ന് പറയാൻ പറ്റില്ല, വലിയ ദൂരമില്ല. ഇന്നിപ്പം എല്ലാവർക്കും ഓഫ് ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പോകാമെന്ന് വിചാരിച്ചു. പോണ വഴിയിൽ ലെറ്റർക്കേനിയും അതിൻ്റെ ചുറ്റുവട്ടുള്ള സ്ഥലങ്ങളും മാർബിൾ ഹിൽ ബീച്ചിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഉള്ള വഴികളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവേ ഇതുപോലെ നല്ല ദിവസങ്ങളൊക്കെ കിട്ടുമ്പോൾ വെറുതെ വീട്ടിലിരിക്കാണ്ട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാറാണ് പതിവുള്ളത്. ഞാൻ ഈ നല്ല ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ അങ്ങനെ പറയണേന്ന്. അയർലൻഡിലുള്ളവർക്കും അയർലൻഡിനെ കുറിച്ച് അറിയാവുന്നവർക്കും അറിയാൻ പറ്റും. നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ദിവസം കിട്ടണമെന്നില്ല. ഇപ്പോൾ സമ്മർ ഡേയ്സ് ആണെങ്കിൽ കൂടെ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടാവും. ചില ദിവസങ്ങൾ ക്ലൗഡി ആയിരിക്കും. അപ്പം നമുക്കിതുപോലെ നല്ല ദിവസങ്ങൾ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ ആ ദിവസങ്ങളിലാണ് നമ്മൾ പെട്ടെന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം. അങ്ങനെ പെട്ടെന്നുള്ള ഒരു പ്ലാനിങ് ആണ് അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് ഒരു ചെറിയ ട്രിപ്പ് നടത്താമെന്ന്. അങ്ങനെ എല്ലാവരും കൂടെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് മാർബിൾ ഹിൽ ബീച്ചിലേക്ക് പോകുക എന്നുള്ളത്. ലെറ്റർക്കേനിയിൽ നിന്ന് ഈ ബീച്ചിലേക്ക് ഏകദേശം 40 മിനിറ്റ് മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പോയിട്ട് വരാമല്ലോ. പിന്നെ മാത്രമല്ല വെതർ മാറുന്നതിന് മുന്നേ നമുക്ക് തിരിച്ച് വീട്ടിൽ വരികയും ചെയ്യാം. ഇത് കണ്ടില്ല എന്ത് രസമാണെന്ന് നോക്കിയാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള ദിവസങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ പോകാനോ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം മൊത്തത്തിൽ മൂടിയായിട്ടിരിക്കും, അറ്റ്മോസ്ഫിയറും മൂടിയായിരിക്കും. പിന്നെ നമ്മൾ തന്നെ ഒരു ഭയങ്കര സാഡായിട്ട് തോന്നും നമുക്ക്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഷോപ്പിങ്ങിന് പോകാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനേ താല്പര്യപ്പെടാറുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള നല്ല ദിവസങ്ങളിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ല വൈബായിരിക്കുമല്ലോ. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുകയും അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ, അതിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ശരി, നമ്മൾ അങ്ങനെയുള്ള ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ കുറേ സ്ട്രെസ്സുകൾ നമ്മൾ മറന്നു പോവുക തന്നെ ചെയ്യും. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. പോകുന്നതിന് മുന്നേ ഡീസൽ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ള മിക്ക ഗ്യാസ് സ്റ്റേഷനുകളിൽ കൺവീനിയൻസ് സ്റ്റോഴ്സ് അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും അവൈലബിൾ ആയിരിക്കും. അത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് ഈ ലോങ് ജേർണിയൊക്കെ ചെയ്യുന്നവർക്ക് ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കാനും അപ്പോൾ തന്നെ നമുക്ക് ഒരു ഫുഡ് കഴിക്കാനോ ഒരു വെള്ളം കുടിക്കാനോ ഒക്കെ ആയിട്ടുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു റിഫ്രഷ്മെൻറ്റും കൂടിയാണ്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ പോകുന്ന മാർബിൾ ഹിൽ ബീച്ചിലേക്ക് പോകുന്ന ആ ഒരു ബൈ റോഡിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെ തൊട്ട് രണ്ട് സൈഡിലും കുറേ സ്റ്റാറ്റിക് കാരവാൻസ് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഒരുപാടുണ്ട് ഇവിടെ. ഈ ഒരു ഏരിയ ശരിക്കും പറഞ്ഞാൽ സമ്മർ ടൈമിൽ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ കാരവാൻസൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആയിരിക്കും. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. സമ്മർ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് തന്നെ വലിയൊരു ഹോട്ടലുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബീച്ചുണ്ട്. പിന്നെ നമ്മളുടെ ഇവിടുന്ന് ഡൺഫണാഗിയിലേക്ക് അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുടെ അടുത്താണ് ഈ കാരവാൻ പാർക്കുള്ളത്. ഗൂഗിളിൽ മാർബിൾ ഹിൽ ബീച്ച് കാരവാൻ പാർക്ക് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. സമ്മർ ടൈമിൽ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഡൊണിഗൽ കൗണ്ടിയിൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു സ്പോട്ടായിരിക്കും. സ്വിമ്മിങ്, സർഫിംഗ്, വാക്കിംഗ് എന്ന് തുടങ്ങിയ എല്ലാ ആക്ടിവിറ്റീസിനും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. അങ്ങനെ നമ്മൾ നമ്മളുടെ ഈ ഒരു ബീച്ചിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വെയിലും വെട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ലോ ടൈഡാന്ന് തോന്നുന്നു, കര കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും പോയി നോക്കിയിട്ട് വരാം അല്ലേ. Woke up late, missed the morning glaze, but the sunlight
night hits in so many ways. നമ്മളിപ്പോൾ ഉള്ളത് മാർബിൾ ഹിൽ ബീച്ചിലാണ്. ഇവിടെ ഒറ്റ മനുഷ്യനില്ല, ഞങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. സാധാരണ ഇച്ചിരി വെയിലൊക്കെ കാണുമ്പോൾ ആൾക്കാർ വാക്കിങ്ങിന് ഇറങ്ങുന്നതാണ്. എനിക്ക് ബീച്ച് വരുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ബീച്ചിലെ ഈ ഷെൽസൊക്കെ കാണാം. പക്ഷെ ഇവിടുന്ന് പറക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. കുറേ നേരം നടന്നിട്ട് തണുപ്പ് മാറാഞ്ഞുകൊണ്ട് വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ഓടിയാലോ എന്ന്. അപ്പോഴാണ് ടിൻഡു പറയാം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഓടാം, ഒരു ഓട്ട മത്സരം അങ്ങോട്ട് നടത്തിയേക്കാം. അപ്പോൾ പിന്നെ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഓടുമല്ലോ. റെഡി 1 2 3. അച്ചാച്ചൻ മത്സരത്തിൽ നിന്ന് വിദഗ്ധമായി പിന്മാറിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ബോഡി വാമാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണെന്ന് പറഞ്ഞാലും എനിക്കെൻ്റെ സ്കൂൾ ഡേയ്സ് ആയിട്ട് ഓർമ്മ വന്നത്. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളും ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതും ഓരോരോ ഗെയിംസ് അപ്പോൾ തീരുമാനിക്കുന്നത്, അതിൽ വിജയികളാവുന്നതും. ഇനിയിപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ജയിച്ചില്ലെങ്കിൽ കൂടെ അയാൾ മാറ്റി നിർത്തുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ ആ ഗെയിം തന്നെ ഒന്നും കൂടി കളിച്ച് ജയിച്ചൊരു മനഃപൂർവ്വം തോറ്റു കൊടുക്കും തോറ്റ ആൾക്ക് വിജയം പ്രാപിക്കാനായിട്ട്. അതൊക്കെ ഒരു നല്ല രസമുള്ള ഒരു മെമ്മറീസ് ആയിരുന്നു അതൊക്കെ. ഇപ്പോഴും എപ്പോഴും ഗൗരവമൊന്നും പിടിച്ചിരിക്കാണ്ട് ഇതുപോലുള്ള കുട്ടികളികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ ഞാൻ. മൂന്ന് സൈഡിലും കരയുള്ളതുകൊണ്ടാവാം ഇവിടുത്തെ തിരക്ക് വലിയ ശക്തിയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, എൻ്റെ തോന്നലാവാം. വെറുതെ നിൽക്കുമ്പോൾ ഒരു ഫോൺ കൈ കിട്ടിയാൽ അതിൻ്റെ ക്യാമറ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വിനോദമാണ്. നമ്മുടെ അരുണും ടിൻഡുമാണ് കേട്ടോ അങ്ങ് ദൂരം നടന്നു പോണേ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലോ ടൈഡ് ആയതുകൊണ്ട് കടൽ വെള്ളം ഒരുപാട് ഇറങ്ങിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് കര ഒരുപാടുണ്ട് താനും, നമുക്ക് അങ്ങേയറ്റം വരെ നടന്ന് ചെല്ലുകയും ചെയ്യാം. അങ്ങനെ കുറേ നേരത്തെ നടപ്പും ഓട്ടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ തൊട്ടടുത്ത സ്ഥലമായിട്ടുള്ള ഡൻഫനായിലേക്ക് പോകാമെന്ന് വിചാരിച്ചു.
ഇതിപ്പോൾ നമ്മൾ പോകുന്നത് ഡൻഫനാഗിയിൽ തന്നെ, ഡൻഫനാഗി ടൗൺ എത്തുന്നതിന് മുന്നേ റൈറ്റ് തിരിഞ്ഞ് പോർട്ട് നബ്ല എന്ന് പറയുന്ന ഒരു ഹാർബറുണ്ട്, അവിടേക്കാണ് പോകുന്നത്. പോർട്ട് നബ്ല എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ തന്നെ ചെറിയൊരു ഹാർബറാണ്, 3 സൈഡും പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ ഒരു ചെറിയൊരു സ്ലിപ്പ് വേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ ഫിഷിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വരാറുണ്ട്. പിന്നെ ഈ അടുത്ത് താമസമുള്ള ആളുകൾക്കൊക്കെ ചെറിയ ചെറിയ ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്താ പറയുന്നത്, ഇവർക്ക് യാത്ര ചെയ്യാനും ഈ ബോട്ട് അടുപ്പിക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ സ്ലിപ്പ് വേ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലും സമ്മർ ടൈമിലാണ് ഇവിടെ ആൾക്കാർ വരാറ്. അയ്യോ, അത് മിസ്സായടോ. അപ്പോൾ ഇനി നമുക്ക് ഡൻഫനാഗിലേക്ക് പോകാം. ഡൊണീഗൽ കൗണ്ടിയുടെ നോർത്ത് വെസ്റ്റ് കോസ്റ്റിലാണ് ഡൻഫനാഗി ഉള്ളത്. ഇതൊരു ചെറിയൊരു ടൗൺ ആണ്. സമ്മർ ടൈമിൽ ഭയങ്കര റഷായിട്ടുള്ള ഒരു സ്ഥലമാണ് ഡൻഫനാഗി. ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സും ഓപ്പൺ ആയിരിക്കും, അതുപോലെ എല്ലാ ഹോട്ടൽസും ബുക്ക്ഡ് ആയിരിക്കും. പിന്നെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് സ്റ്റോൾസ് ഓപ്പൺ ആയിരിക്കും. അങ്ങനെ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ് ഡൻഫനാഗി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ടൈം വെൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. പിന്നെ ഇവിടെ കുറേ ആർട്ട് ഗാലറീസ് ഉണ്ട്, പിന്നെ ഗോൾഫ് ക്ലബ്ബ് ഉണ്ട്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഷോപ്സ് ഉണ്ട്, മ്യൂസിയം ഉണ്ട്, പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫുഡ് എൻജോയ് ചെയ്യാൻ വരുന്നവരുണ്ട്. അങ്ങനെ ഇവിടെ മെയിനായിട്ട് 3 ചർച്ചാണ് കേട്ടോ ഉള്ളത്. ഡൻഫനാഗി പ്രസിപ്പിറ്റേറിയൻ ചർച്ച്, ഹോളി ക്രോസ് ചർച്ച്, പിന്നെ ഹോളി ട്രിനിറ്റി ചർച്ച് ഓഫ് അയർലൻഡ്. നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ ലെറ്റർകെനിയിലേക്കാണ് തിരിച്ചു പോകുന്നത്. അപ്പം പോകുന്ന വഴിയിലുള്ള വ്യൂസാണ് ഇതൊക്കെ. വൈകുന്നേരം ആയായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയ സൺസെറ്റൊക്കെ ഉണ്ട്. വെളിയിലിറങ്ങി നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയെല്ലാം, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം.
പെട്ടെന്നുള്ള യാത്രയായിരുന്നുകൊണ്ട് ഫുഡൊന്നും കരുതാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വീട്ടിൽ പോവുക, ഫുഡ് കഴിക്കുക, പ്രാർത്ഥിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.